എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ അടുത്ത് വേടനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് കൊണ്ട് അതിൻ്റെ കമൻറ്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഇവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്. എൻ്റെ കറുപ്പാണ് പ്രശ്നം, എൻ്റെ ജാതിയാണ് പ്രശ്നം. ഇങ്ങനെയൊക്കെയുള്ളൊരു കാർഡുകൾ ഇറക്കി കളിക്കുന്ന ചിലരെ നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഒരു ഇരയായിട്ട് നമ്മൾ കണ്ടത് വിനായകൻ എന്ന് പറയുന്ന നല്ല ഒരു നടനെയാണ്. നല്ലൊരു നടനാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ചോദിച്ചിരുന്നൊരു ചോദ്യമുണ്ട്, എൻ്റെ കളറാണോ പ്രശ്നം, എൻ്റെ ജാതിയാണോ പ്രശ്നം. അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം തുണിയൊക്കെ ഊരിക്കളഞ്ഞ് തൻ്റെ നഗ്നത മറ്റുള്ളവരെ കാണിക്കുന്ന പരുവം വരെ ഈ ചുറ്റുമുള്ളവരെല്ലാവരും കൂടി ഇയാൾ ചെയ്യുന്ന മോശമായിട്ടുള്ള കാര്യങ്ങളും തെറിവിളികളും ഇയാളുടെ മോശമായിട്ടുള്ള അഭിപ്രായങ്ങളുമൊക്കെ മാക്സിമം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തു. ആ പർട്ടിക്കുലർ പൊസിഷനിലെത്തിയപ്പോൾ ഏറ്റവും മേലെ നിന്ന് പൊത്തുവെന്ന് പറഞ്ഞ് താഴേക്ക് ഇടുകയും ചെയ്തു. അതോടുകൂടി വിനായകൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും മോശമായിട്ടുള്ള ഒരു വ്യക്തി ആയി മാറുകയും ചെയ്തു. ഇതേ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വേടനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും കൂടെ എടുത്ത് തലയിൽ വെച്ചിരിക്കുകയാണ്. ഇനി വേറെ എന്തെങ്കിലും വേടൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ആ സമയം ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ നിന്ന് താഴേക്കിട്ട് മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി ആദ്യം തന്നെ തെറ്റുകൾ സംഭവിക്കുമ്പോൾ ആ തെറ്റിനെ പ്രേക്ഷകരും അതുപോലെ തന്നെ വേടനും ന്യായീകരിക്കാതെ അതിൽ നിന്നുള്ളൊരു പുറത്തു വരിക എന്നതാണ് ചെയ്യേണ്ടത്. വേടൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത് പ്രേക്ഷകരാരും കേട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും വേടനെ തെറ്റ് ചെയ്തില്ല എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഒരു തെറ്റാണ്. ഇപ്പോൾ കാനഡയോ അതുപോലെയുള്ള രാജ്യങ്ങളിലോ വന്നു കഴിഞ്ഞാൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് അവിടെ ലീഗലാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ലീഗൽ അല്ലാത്തതുകൊണ്ട് അത് നിയമപരമായി തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വാങ്ങുകയോ വിൽക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. കയ്യിൽ വെച്ചാലും അതിൻ്റേതായ നിയമ നടപടികൾ സ്വീകരിക്കപ്പെടും. ഇപ്പോൾ ഒരളവിൽ കൂടുതൽ മയക്കുമരുന്ന് കയ്യിൽ വെച്ചാൽ മാത്രമേ അറസ്റ്റും മറ്റു കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള അവരെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ വിടുകയോ അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയൊക്കെയാണ് ചെയ്യാറ്. ഇത് തെറ്റായ കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് തെറ്റായ കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്യുന്ന ഒരു വ്യക്തി മഹാവ്യക്തിയൊന്നുമായി മാറത്തില്ല, അത് എത്ര കഴിവുള്ള കലാകാരനായിരുന്നാലും. അതായത് ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഉച്ചനീചത്വങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് കൈയടി മേടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പകരം ഇദ്ദേഹം ചെയ്യേണ്ടത് ഇന്ന് അതുപോലെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ട് പോയിട്ട് കാര്യങ്ങൾ അതിനെതിരെ സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതേ രീതിയിൽ അഡ്രസ്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പണ്ടൊരു കാലത്ത്